നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഭേദചിന്തയുള്ളവരെ അരുവിപ്പുറം സന്ദേശം ഇമ്പോസിഷൻ എഴുതിപ്പിക്കണം. ജയ് ശ്രീറാം എന്ന് കേൾക്കുമ്പോൾ ഭക്തിയല്ല, ഒരു കൂട്ടം ഹൂളിഗൻസ് ഹിന്ദുത്വ രാഷ്ട്രീയവും അന്യമത വിരോധവും തലയ്ക്ക് പിടിച്ച് ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞതും അവരുടെ ആക്രോശവും പിന്നീട് നടന്ന കലാപവും തീവെപ്പും കൊലപാതകങ്ങളും ചോരയിൽ കുതിർന്ന നിലവിളികളും മറ്റുമാണ് ഓർമ്മ വരുന്നത്. മതേതര ഇന്ത്യയുടെ നെഞ്ചിലെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് ആ സംഭവം. ആദികവിയുടെ മനസ്സിൽ ജനിച്ച രാമൻ എന്ന കഥാപാത്രം പിന്നീട് ദൈവമായി ഇന്ന് ഈ നിലയിൽ വരെ എത്തി നിൽക്കുന്നു. സംശയമില്ലാതെ ഉറക്കെ വിളിച്ചു പറയണം, ഭക്തിയല്ല, വെറും വെറുപ്പിന്റെ രാഷ്ട്രീയം മാത്രം. എണ്ണമറ്റ ബുദ്ധവിഹാരങ്ങളും ജൈന ക്ഷേത്രങ്ങൾ പൊളിച്ചു കളയുകയും ഹൈന്ദവ ആരാധനാലയങ്ങൾ തീർക്കുകയും വിഗ്രഹങ്ങൾ തകർക്കുകയും കുഴിച്ചു മൂടുകയും ജലത്തിലെറിയുകയും ചെയ്തവരുടെ പാരമ്പര്യം പേറുന്നവരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ബാബരി മസ്ജിദിനെ ഹൃദയത്തിൽ നിന്ന് പൊളിച്ചു കളയാൻ നിങ്ങൾക്ക് കഴിയില്ല. ബാബരി മസ്ജിദ് കാറ്റത്ത് പറന്നു പോയതല്ല, ഗാന്ധിജി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതുമല്ല എന്ന് വരും തലമുറയെ പറഞ്ഞു പഠിപ്പിക്കുക തന്നെ വേണം. തകർത്തതാണ്, കൊന്നതാണ്, രണ്ടിന്റെയും പിന്നിൽ ഒരേ ഒരു പ്രത്യയശാസ്ത്രമാണ്, വിനാശകാരിയായ ഹിന്ദുത്വം. അതിന് ഹിന്ദുമതവുമായി യാതൊരു ബന്ധവുമില്ല, ഒരു സംശയവും വേണ്ട. ഈ വിഷയത്തിൽ നിഷ്പക്ഷത പാലിക്കുന്നവർ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ഇനി പ്രാണപ്രതിഷ്ഠ. പ്രാണൻ എന്നേ കളഞ്ഞതാണ്, പിന്നെ എങ്ങനെ പ്രാണപ്രതിഷ്ഠ കഴിയും? 1888 ഒരു പ്രതിഷ്ഠ നടന്നിരുന്നു. അവിടെ എഴുതി വെച്ച 4 വരെ ഇമ്പോസിഷൻ എഴുതി ഇവരെയൊക്കെ പഠിപ്പിക്കണം. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. നന്ദി.